പിണറായി വിജയനെ നരേന്ദ്രമോദിയും അമിത്ഷായും വേട്ടയാടുന്നു എന്ന പ്രധാന ക്യാപ്സ്യൂൾ ഇറക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട്. പിണറായിയെ വേട്ടയാടാൻ അയാളിപ്പോൾ ആരാണ്? അതിനൊരു നിലവാരമൊക്കെ വേണ്ടേ കമ്മികളെ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്ത വെറും ഒരു പ്രാദേശിക പാർട്ടി നേതാവ് മാത്രമാണ് നിങ്ങളുടെ ഈ നേതാവ്. അയാളെ വേട്ടയാടാൻ അയാൾ എന്തെങ്കിലും ആയിട്ട് വേണ്ടേ? ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജിതിൻ കെ ജേക്കബ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലൂടെയാണ്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് തുടർന്ന് ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു സേവനവും നൽകാതെ 2.78 കോടി രൂപയുടെ അഴിമതി പണം പിണറായി വിജയന്റെ മകൾ വാങ്ങി എന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാരിന് ഷെയറുള്ള കമ്പനിയിൽ നിന്നാണ് പിണറായിയുടെ മകൾ പണം വാങ്ങിയത് എന്ന് ഓർക്കണം. അതായത് കൃത്യമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഏതാണ്ട് 1.75 കോടി രൂപ എടുത്ത് കേസ് നടത്തിയിട്ട് പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികളോട് മുന്നോട്ട് പോകാൻ കോടതി ഉത്തരവിട്ടു. നേതാവും മകളും നടത്തിയ അഴിമതിയിൽ അന്വേഷണം പോലും നടത്താൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പരാതിപ്പെട്ട ആളെ ആക്രമിക്കാൻ ശ്രമിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക, ചീമുട്ട എറിയുക, എന്തോന്നടേ ഇത്? ഇനിയുമുണ്ട് ഒരുപാട് വ്യക്തമായ സംഗതികളാണ് ജിതിൻ കെ ജേക്കബ് തുടർന്ന് കുറിക്കുന്നത്. പിണറായിയെ വേട്ടയാടാൻ അയാൾ ഇപ്പോൾ ആരാണ്? അതിനും ഒരു നിലവാരമൊക്കെ വേണ്ടേ കമ്മികളെ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്ത വെറും ഒരു പ്രാദേശിക പാർട്ടി നേതാവ് മാത്രമാണ് നിങ്ങളുടെ ഈ നേതാവ്. അയാളെ വേട്ടയാടാൻ അയാൾ എന്തെങ്കിലുമായിട്ട് വേണ്ടേ? തോൽവി സമ്മതിക്കാൻ ഇപ്പോഴും ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒന്നുമല്ലാത്ത ഒരു നേതാവിന് വേണ്ടി ഇത്തരത്തിൽ വലിയ എന്തോ സംഭവമാണ് എന്ന മട്ടിൽ ഇത്രയധികം പ്രതിഷേധങ്ങളും പലരോടും ചീറിക്കടിക്കലും അതുപോലെ ആ ദേഷ്യമൊക്കെ തീർത്ത് വന്ന നമ്മൾ പറയില്ലേ, ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു മുറിക്കും. ആ രീതിയിൽ സംസാരിക്കുന്ന പല നേതാക്കളെയും ഒക്കെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് ആ ദിവസം കാണാൻ സാധിച്ചത്. പിണറായിക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കാൻ പോലും അറിയില്ല. ജിതിൻ കെ ജേക്കബ് തുടരുകയാണ്. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു പ്രാദേശിക നേതാവ്, അയാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? അയാളുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ എന്ത് വിലയാണുള്ളത്? തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ കാലുതിരുമി കിട്ടിയ 2 കനൽത്തരികളും കേരളത്തിൽ നിന്നുള്ള ഒരു കനൽത്തരി, അത് മാത്രമാണ് ലോക്സഭയിലുള്ളത്. കാലാവധി കഴിയുന്നതോടെ രാജ്യസഭയിൽ ഇപ്പോൾ ഉള്ള കനൽത്തരികളും പൂർണ്ണമായും അണയും. പാർലമെന്റിൽ എഴുന്നേറ്റുന്ന ഒരു ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ഒരുത്തനും ഈ പാർട്ടിയിലില്ല. മുഹമ്മദ് സ്റ്റാലിനും ഒക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോൾ പിണറായി വേട്ടയാടാൻ മാത്രം അത്രയ്ക്ക് തരം താണിട്ടില്ല മോദിയും അമിത്ഷായും. അവർ ചീള് കേസുകളൊന്നും എടുക്കാറില്ല കമ്മികളെ. ഊളത്തരം പറയുന്നതിനും ഒരു പരിധിയില്ലേ കമ്മികളെ? ഇങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് അഹംഭാവവുമായി നടക്കുന്ന, എന്നാൽ തലയ്ക്കകത്ത് ഒരല്പം പോലും വെളിവില്ലാത്ത ചില ആൾക്കാരെ വളരെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. പരിഹസിച്ചിരിക്കുന്നത് എന്ന് പോലും പറയാൻ പറ്റില്ല, വിമർശിച്ചിരിക്കുകയാണ് ശക്തമായ ഭാഷയിൽ. യഥാർത്ഥത്തിൽ എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള വ്യക്തമായ കാര്യം പറഞ്ഞ് വിമർശിച്ചിരിക്കുകയാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പക്ഷെ ഇതൊക്കെ കണ്ടാലും ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ലാതെ പോകുന്നതാണോ? എന്താണ് സംഭവം എന്നറിയില്ല. എന്നാൽ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വരുന്നു, അത് കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നതാണ്, അത് രാജ്യത്തിന് ആവശ്യമായ കാര്യമാണ് എന്ന് കരുതി മിണ്ടാതെ നിൽക്കുകയല്ല, മറിച്ച് അവരെ അതിക്രമിക്കാനും അതിനെതിരെ വീരവാദങ്ങൾ മുഴക്കാനും ഒക്കെ ശ്രമിക്കുന്ന സഖാക്കന്മാരെ കുറിച്ച് ഓർത്താണ് ശരിക്കും ഒരു സഹതാപം തോന്നുന്നത്. എന്തായാലും ഇതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ചിന്തിക്കുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാവരും അത് മനസ്സിലാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്തത് ഈ സഖാക്കന്മാർക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.